ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ്കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചോറിനൊപ്പവും അതുപോലെ തന്നെ ദോശയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കും ഒപ്പമൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ട് കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പൊടിക്കാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ പൊടിക്കാരം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഫസ്റ്റ് വേണ്ടത് കുറച്ച് വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 25 ഗ്രാം അളവിലാണ് വറ്റൽമുളക് എടുത്തിട്ടുള്ളത്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഒരുപാട് കൂടുതൽ നമ്മൾ പൊടിക്കാരം തയ്യാറാക്കി വെക്കാനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിനോടൊപ്പം ഒരല്പം മാത്രം ഇതുപോലെ വളരെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അളവിൽ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ പൊടിക്കാരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്ത് വേണം എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്കതൊരു 5-6 ദിവസം വരെ കേടാക്കാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു 30 സെക്കൻഡ് മാത്രമേ ഞാനിപ്പോൾ ഒന്ന് വറുത്ത് കൊടുത്തിട്ടുള്ളൂ. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ മുളകെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും അതേ കടായിലേക്ക് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ വേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ നിറയെ കടലപ്പരിപ്പും കൂടിയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമുക്കെല്ലാം വറുത്തെടുക്കാവുന്നതാണ്. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട്, അതായത് നമ്മുടെ വറ്റൽമുളക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റില്ല. കാരണം ഓരോന്നിനും ഓരോ ചൂടാണ് വേണ്ടത്. നമ്മുടെ ഈ പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കുന്ന സമയത്താണ് നമ്മൾ ഈ വറ്റൽമുളകും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വറ്റൽമുളകെല്ലാം കരിഞ്ഞു പോകും കേട്ടോ. അതിൻ്റെ പേരിലാണ് രണ്ടാമത് ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും ഒന്ന് വറുത്തെടുക്കുന്നത്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. ചെറിയ ജീരകം ഫസ്റ്റിലേ ചേർക്കണ്ട കേട്ടോ. അപ്പോഴത്തേക്കും ഇതെല്ലാം കൊണ്ട് വറുത്ത് കിട്ടുന്ന സമയം കൊണ്ട് എൻ്റെ കളർ നല്ലതുപോലെ മാറും. അതിൻ്റെ പേരിലാണ് ഇതുപോലെ ഈ ഒരു സമയം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് വീണ്ടും ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഒരുപാട് സമയത്ത് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് വറുത്തെടുക്കേണ്ടതാണ് വെളുത്തുള്ളി അല്ലിയും കൂടി. ഞാനിപ്പോൾ ഇതുപോലെ 10-15 അളവിൽ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതായത് 1 കുടം വെളുത്തുള്ളി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് സമയത്ത് വെളുത്തുള്ളി അല്ലിയൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും തന്നെ മതിയാവും. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇത് നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇതുപോലെ എല്ലാം ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഫസ്റ്റ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് സ്റ്റെപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ പരിപ്പും മല്ലിയും നമ്മൾ വറുത്തെടുത്തില്ലേ, അതാണ് ഫസ്റ്റ് പൊടിച്ചെടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. എങ്കിൽ പിന്നെ ഞാൻ ഒന്ന് ഫസ്റ്റ് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൗഡർ പോലെ പൊടിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് പൊടിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് വേണ്ട നമ്മുടെ മുളകും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. വറ്റൽമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വറ്റൽമുളകിൽ ചേർത്തിട്ടുള്ള ആ എണ്ണയൊക്കെ ഇതിലിങ്ങനെ തെളിഞ്ഞ് വരും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ വെളുത്തുള്ളി അല്ലിയും കറിവേപ്പിലയൊക്കെ ഒന്ന് ചേർക്കാം. കൂടെ തന്നെ ചെറിയൊരു പീസ് അളവിൽ പുളിയും കൂടി ഇതുപോലെ. കൂടെ തന്നെ നമുക്കിതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഒരല്പം മാത്രം ശർക്കരയും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര ചേർക്കുമ്പോഴത്തേക്ക് ഈ പുളിയും എരിവും ഒക്കെ നല്ലതുപോലെ ഒന്ന് ബാലൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, ലൈറ്റായിട്ട് മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. പൊടിച്ചെടുക്കുമ്പോൾ എന്താ ഈ ഒരു രീതിക്ക് വേണം കിട്ടാനായിട്ട്. അധികം നല്ലതുപോലെ അരഞ്ഞു പോകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി അല്ലിയൊക്കെ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവണം കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള ഒരു പൊടിക്കാരമാണ്. ഇതുപോലെ പൊടിക്കാരം തയ്യാറാക്കിയതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ട് ഒരു ബോട്ടിലിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഏകദേശം ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ടേസ്റ്റ് നോക്കിയതിന് ശേഷം എണ്ണയുടെ കുറവുണ്ടെങ്കിൽ ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുളിയോ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു പൊടിക്കാരമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ദോശയുടെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരെയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.